ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. +1 വിദ്യാർത്ഥികൾക്ക് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താണെന്നല്ലേ അതിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നിങ്ങളുടെ സ്കൂളുകൾ ജൂൺ 18 മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ 2 പാർട്ട് ലൈവ് നമ്മൾ തീർത്തു. ഇന്ന് വൈകുന്നേരം 3ാമത്തെ പാർട്ട് ലൈവാണ് നടക്കാൻ പോകുന്നത്. സോ ക്ലാസ്സുകളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മുടെ സന്തോഷ വാർത്തയിലോട്ട് കടക്കാം. പല കുട്ടികളും +1 പഠിച്ചു തുടങ്ങുമ്പോൾ അവരുടെ വലിയൊരു കൺസേൺ ആണ്, സർ സിലബസ് മാറി, ചാപ്റ്റേഴ്സൊക്കെ ഞങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ചാപ്റ്റേഴ്സ് അല്ല, കോൺസെപ്റ്റുകളൊക്കെ കുറച്ചുകൂടി കട്ടി കൂടിയവയാണ്. ഇവയൊക്കെ പഠിക്കാൻ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം, പക്ഷേ ഇവയുടെയൊക്കെ നോട്ട്സ് ഞങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഷോർട്ട് നോട്ട്സ് ലഭിക്കാൻ ഞങ്ങൾക്ക് വല്ല വഴിയുമുണ്ടോ? എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയ, ഏറ്റവും ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന നോട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറയാറുണ്ട്. സോ നിങ്ങൾക്കുള്ള വലിയ സന്തോഷ വാർത്ത തന്നെയാണ് ഞാൻ ഇപ്പോൾ ഡെലിവർ ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്കുള്ള ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത്. ഇതിനെയാണ് ഇൻസ്റ്റാ ലേൺ എന്ന് പറയുക. എന്താ മക്കളെ? ഇൻസ്റ്റാ ലേൺ. അതാണ് ഈ സാധനം. അതായത് നമ്മുടെ 1ാമത്തെ ഫിസിക്സിലെ ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ആ ചാപ്റ്ററിനെ 6-7 വരുന്ന പേജുകൾ മാത്രം ഉൾക്കൊള്ളുന്ന വളരെ സിംപ്ലിഫൈഡ് ആയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാ കോൺസെപ്റ്റുകളും ഏറ്റവും ലളിതമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കോൺസെപ്റ്റുകൾക്കപ്പുറം ആ ടോപ്പിക്ക് കഴിഞ്ഞാൽ അതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും NCERT ക്വസ്റ്റ്യൻസും എല്ലാം ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമാറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിമിലർ വേ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഗ്യാപ്പ് കൂടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഗ്യാപ്പ് അവിടെയുണ്ട്. സോ അതുപോലെയാണ് നിങ്ങൾക്ക് എല്ലാ കോണ്ടന്റുകളും എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എക്സ്റ്റേണലി മറ്റൊരു നോട്ട് എഴുതേണ്ട ആവശ്യം പോലുമില്ല. എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ സബ്ജക്റ്റുകൾക്കും ഇതുപോലെ ഇൻസ്റ്റാ ലേൺ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആപ്പിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായി തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇതുപോലെ ബുക്ക്ലെറ്റുകളായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇത് കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്ന, കളർ കോപ്പി എടുക്കാവുന്നതാണ്. സോ അത്തരത്തിൽ കളർ കോപ്പി തന്നെയാണ് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഇൻസ്റ്റാ ലേൺ. ഏറ്റവും ക്രിസ്പായ അടിപൊളി ഷോർട്ട് നോട്ട്സുകളാണ്. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് എടുക്കാവുന്ന സാധിക്കുന്ന ഒന്നാണ്. അടുത്തൊരു കാര്യമാണ്, സാർ ഓക്കെ വലിയ നോട്ട്സൊക്കെ ഓക്കെ, ഇത് ഞങ്ങൾക്ക് പക്ക എഫക്റ്റീവ് ആയിരിക്കും. അതിന് പുറമെ എക്സാമിൻ്റെ തലേനാളൊക്കെ, ഇപ്പോൾ ഇനി അങ്ങോട്ട് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടക്കാൻ പോവുകയാണ്, ടേം എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. സോ എക്സാമിൻ്റെ തലേനാൾ അല്ലെങ്കിൽ ആ എക്സാം ഹാളിലോട്ട് കയറി ചെല്ലുന്നതിന് മുൻപായിട്ട് ലാസ്റ്റ് മൊമെൻ്റ് റിവിഷന് ഞങ്ങൾക്ക് കുറച്ചുകൂടി ക്രിസ്പായ ഒരു മെറ്റീരിയൽ വേണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമെങ്കിൽ അതിനുള്ള സാധനമാണ് ഈ കാണുന്ന മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. റൈറ്റ്, യെസ്, ഈ കാണുന്ന മൈൻഡ് മാപ്പ് എന്ന് പറയും. ഇത് ജസ്റ്റ് ഒരു ഷീറ്റ് ഓഫ് പേപ്പറാണ്. ഒരു A3 ഷീറ്റ് ഓഫ് പേപ്പറിൽ ആ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ്. ചാപ്റ്ററിനകത്തുള്ള എല്ലാ ഫോർമുലാസും എല്ലാ കോൺസെപ്റ്റുകളും ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് അറിയാം അതിനകത്തുള്ള SI സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ ഏതാണ്, അതിനകത്തുള്ള ബേസ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്, സപ്ലിമെൻ്ററി യൂണിറ്റുകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയമെൻഷൻസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കണ്ടുപിടിക്കാനുള്ള റൂൾസ് എന്തൊക്കെയാണ്, ബേസിക് ഡയമെൻഷൻസും എല്ലാം ഇവിടെ നമ്മുടെ ഈ പറയുന്ന മൈൻഡ് മാപ്പിനകത്തുണ്ട്. സോ ഇത്രയും എഫക്റ്റീവായ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. അതെങ്ങനെയാണ് ആപ്പിലൂടെ ആക്സസ് ചെയ്യാം എന്ന കാര്യം, എങ്ങനെയാണ് ആപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്ന കാര്യമാണ് അടുത്തായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. സോ നമ്മുടെ ആദ്യം നിങ്ങളെല്ലാവരും ആപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ സൈലത്തിൻ്റെ ആപ്പ് എന്തായാലും നെറ്റിൽ നിന്ന് നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. സോ പർച്ചേസ് ചെയ്താൽ നമ്മുടെ ആപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൈ ബാച്ചസ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. മൈ ബാച്ചസിൽ ക്ലിക്ക് ചെയ്താൽ +1 അഗ്നി എന്ന് പറയുന്ന ബണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ലെറ്റ് സ്റ്റഡി എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും കിടപ്പുണ്ടാവുക. ആ ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈവ് ക്ലാസ്സുകളുടെ ബണ്ടിലുകൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫിസിക്സ് എടുക്കാം. സോ ഫിസിക്സിൻ്റെ ബണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി 2 പാർട്ട് ലൈവുകളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ പോയിരിക്കുന്നത്. ആ 2 പാർട്ട് ലൈവുകളും കൃത്യമായി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ലൈവിൽ ക്ലിക്ക് ചെയ്യുക. സോ 2 പാർട്ട് ലൈവും കൃത്യമായിട്ട് അവിടെയുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1.5 മണിക്കൂറിൽ താഴെയാണ് 2 പാർട്ട് ലൈവുകളും ഉള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്കത് കാണാം. അതിന് തൊട്ടടുത്തായിട്ട് അടുത്തൊരു ഓപ്ഷൻ നോട്ട്സ്. ആ ലൈവിൻ്റെ നമ്മുടെ സ്ലൈഡുകളാണ് ഇവിടെ നോട്ട്സിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. സോ 2 പാർട്ട് ലൈവുകളുടെയും സ്ലൈഡ്സ് നിങ്ങൾക്ക് നോട്ട്സിൻ്റെ ഫോമാറ്റിൽ കാണാൻ. അതിന് തൊട്ടടുത്തായിട്ട് DPPs എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്.
ഓരോ ലൈവിൽ നിന്ന് 10 ചോദ്യങ്ങൾ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യുസ് പോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആ DPP സെഗ്മെന്റിനകത്ത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കൂടി കാണിച്ചു തരാം. സോ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഫോമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് 10 ചോദ്യങ്ങൾ, ഓരോ ലൈവ് ഓറിയൻറ്റഡ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. സോ ഈ പറയുന്ന DPPs പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പക്ക ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ പറ്റി, ആ ലൈവിനെ പറ്റി നിങ്ങൾക്ക് ലഭിക്കുക. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ DPP PDF എന്നൊരു ഓപ്ഷൻ കാണാം. ആ DPP PDFനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയി ഇൻസ്റ്റാലേൺ കാണാൻ സാധിക്കും. സിമിലർ വേ അതിന് താഴെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ മൈൻഡ് മാപ്പ് കാണാൻ സാധിക്കും. സോ ഇൻസ്റ്റാലേണിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാലേൺ കിട്ടും. സിമിലർ വേ അതിൻ്റെ റൈറ്റ് സൈഡ് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു 3 കുത്തുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളുടെ ഫയലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മൈൻഡ് മാപ്പും എടുത്തിട്ട് സിമിലർ വേ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കീപ്പ് ചെയ്യാവുന്നതാണ്. സോ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഫോണിനകത്ത് പിന്നെ ഫയൽസിലായിരിക്കും ഈ സാധനങ്ങൾ കിടപ്പുണ്ടാവുക. നേരിട്ട് അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോവുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, കളർ കോപ്പി തന്നെ എടുക്കുക. എന്നാൽ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും, എപ്പോഴും കാണുമ്പോൾ വളരെ രസമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഗംഭീരമായിട്ട് പഠിക്കാം. ഇപ്പോൾ പല കുട്ടികളുടെയും അടുത്തൊരു സംശയം, സാറേ ഞങ്ങൾക്ക് അഗ്നി ബാച്ചിനകത്ത് ഇനിയും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അതിനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. ഇനി ഫിസിക്സും അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട് ഏറ്റവും രസമായിട്ട് പഠിച്ചു തുടങ്ങാം. സ്കൂൾ തുറക്കുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് 2 ചാപ്റ്റേഴ്സ് എങ്കിലും നമ്മുടെ ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചെത്താനാണ് സാധ്യത കൂടുതൽ. കാരണം 1ാമത്തെ ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. സോ സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വേണം സൈലത്തിൻ്റെ എല്ലാ മക്കളും ക്ലാസ് മുറികളിലോട്ട് കയറി ചെല്ലാൻ. സോ അതിനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. നമുക്ക് അഗ്നി ബാച്ചിൽ കണ്ടുമുട്ടാം. ബൈ.